ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ജാർഖണ്ഡ് ക്യാപ്റ്റൻ ഇഷാൻ കിഷന്റെ തീരുമാനം തുടക്കത്തിൽ പാളിയെന്ന് തോന്നിപ്പിച്ചെങ്കിലും മധ്യനിരയിലെ കുമാർ കുശാഗ്രയുടെ പോരാട്ടവീര്യ മത്സരത്തിന്റെ ഗതി മാറ്റി. കേരള ബൗളർമാർ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്തി ജാർഖണ്ഡിനെ സമ്മർദ്ദത്തിലാക്കിയെങ്കിലും കുശാഗ്ര ഉറച്ചുനിന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 41 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 218 റൺസ് എന്ന നിലയിലാണ് ജാർഖണ്ഡ്. 116 പന്തിൽ 105 റൺസുമായി കുശാഗ്ര പുറത്താകാതെ നിൽക്കുന്നു. 36 റൺസുമായി അനുകൂൽ റോയി മികച്ച പിന്തുണ നൽകുന്നുണ്ട്. ന്യൂസിലാൻഡിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കെ ഇഷാൻ കിഷനിൽ നിന്ന് ഒരു വമ്പൻ ഇന്നിംഗ്സ് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ 21 പന്തിൽ 21 റൺസ് മാത്രം എടുത്ത താരം പുറത്തായി. ഒരു ഫോറും ഒരു സിക്സും അടക്കം മികച്ച തുടക്കം കിട്ടിയെങ്കിലും ബാബ അപരാജിത് സ്വന്തം ബൗളിംഗിൽ പിടികൂടുകയായിരുന്നു. ദേശീയ ടീം സെലക്ഷൻ പടിവാതിക്കൽ നിൽക്കെ ഇഷാൻ കിഷൻ നടത്തിയ ഈ പ്രകടനം ആരാധകരെ കുറച്ചൊന്നുമല്ല നിരാശരാക്കിയത്. വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിനായി കടുത്ത മത്സരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ വീഴ്ച താരത്തിന് തിരിച്ചടിയായേക്കാം.